പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. കഥാപ്രസംഗ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു കാതികനാണ്. കഥാപ്രസംഗ കുലപതിയായിരുന്ന പ്രൊഫസർ വി സാംബശിവന്റെ പ്രഥമ ശിഷ്യൻ കൂടിയാണ് താങ്കൾ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ ഏർപ്പെടുത്തിയ അവാർഡും താങ്കൾക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. താങ്കളുടെ ജന്മസ്ഥലമെന്ന് പറയുന്നത് മഹാകവി കുമാരനാശാൻ ജനിച്ചു വളർന്ന കായിക്കര എന്ന പുണ്യഭൂമിയിലാണ്. അവിടെ താങ്കൾക്കൊരു കലാകാരനായി ജനിക്കുവാനും വളരുവാനും സാധിച്ചതിൽ അഭിമാനമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും. ഒപ്പം ഞാനും ഒരു കലാകാരനായതിലും ഈ നാട്ടിൽ ജനിക്കുവാനും വളരുവാനും സാധിച്ചതിൽ അഭിമാന നിമിഷവുമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഒപ്പം താങ്കൾ ഈ ഖാദിക ലോകത്തേക്ക് അല്ലെങ്കിൽ കഥാപ്രസംഗ ലോകത്തേക്ക് താങ്കൾ കടന്നു വരുന്നത് താങ്കളുടെ ചെറുപ്പകാലം അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ താങ്കൾ കടന്നു വന്നത് എങ്ങനെയാണെന്ന്? ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ മഹാകവി കുമാരനാശാന്റെ ജന്മനാട്ടിൽ ജനിച്ചതിൽ എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട്. ഞാൻ എന്നും അത് ഓർമ്മിച്ച് എന്നും എനിക്കത് അഭിമാനം തന്നെയാണ് ആശാന്റെ നാട്ടിൽ ജനിക്കാൻ കഴിഞ്ഞത്. പിന്നെ കഥാപ്രസംഗ രംഗത്തേക്ക് കടന്നു വന്നത് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെയാണ്. അതായത് ഞാൻ പഠിച്ചത് നെടുങ്കണ്ട ശ്രീനാരായണ വിലാസം ഹൈസ്കൂളിലാണ്. ഗുരുദേവനാണ് ആ സ്കൂളിൻ്റെ അരിയിട്ടകുന്ന് സ്കൂൾ എന്നാണ് അതിന് പണ്ടൊക്കെ അറിയപ്പെട്ടിരുന്നത്. കാര്യം ഗുരുദേവൻ അന്നവിടെ പഴമക്കാർ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ്. അവിടെയുള്ള ആൾക്കാരെ വിളിച്ചു കൂട്ടി ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലത്ത് അവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വേണം, ഒരു സ്കൂള് വേണം. അപ്പോൾ അങ്ങനെ കാശൊന്നും ഇല്ല. അങ്ങനെ ഗുരുദേവൻ പറഞ്ഞ് എല്ലാവരും നാളെ ചന്തയിൽ പോകുമ്പോൾ ഒരു ചെറിയ കുടം കലം കണക്കോ എന്തെങ്കിലും മേടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ കുടുംബക്കാരും ഒരു കുടം മേടിച്ചു. ഗുരുദേവൻ പറഞ്ഞു എല്ലാവരും അരി നമ്മൾ ദിവസേന വേവിക്കാനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഒരു പിടി അരി ഇതിലേക്ക് ഇടണം. അങ്ങനെ ഓരോ പിടി അരി ഇട്ട് ഇത് നിറഞ്ഞപ്പോൾ ഗുരുദേവൻ വന്ന് എല്ലാവരും കലങ്ങളും കുടങ്ങളും വരുത്തി ആ അരി എവിടെ ശേഖരിച്ചപ്പോൾ ഇഷ്ടം പോലെ അരി കുന്നുകൂടി. അത് കൊടുത്താണ് അതിൻ്റെ ആരംഭം എന്നാണ് ഞാൻ പഴമക്കാർ പറഞ്ഞ് അറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് അരി ഇട്ട ഊന്ന് എന്ന് അത് അറിയപ്പെടുന്നത്. അതിൻ്റെ പിന്നിൽ ഇതാണ് അതിൻ്റെ ചരിത്രം. അപ്പോൾ ഈ LPS അതായത് ഈ പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങിയത്? പ്രാഥമിക വിദ്യാഭ്യാസം നമ്മൾ മാമ്പള്ളി സെന്റ് അലോഷ്യസ് സ്കൂളിലാണ് 4ാം ക്ലാസ് വരെ പഠിച്ചത്. അതിനുശേഷമാണ് 5ാം ക്ലാസ്സിൽ അന്ന് ഹൈസ്കൂളായിട്ട് അവിടെയാണ് നമുക്ക് കൂടുതലായിട്ട് ഉള്ളത്. അതിനുശേഷമാണ് ഇവിടെയൊക്കെ ഉള്ള സ്കൂളുകളൊക്കെ പക്കം ഹൈസ്കൂളൊക്കെ വളരെ പക്കത്താണെങ്കിൽ നമുക്ക് പിന്നെ ഒരു കടത്ത് കഴിഞ്ഞ് പോവേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതാകുമ്പോൾ അതുപോലെ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും നമ്മൾ 6 പേരാണ്. ഞാനാണ് ഏറ്റവും ഇളയ ആള്. 5 പേരും ആ സ്കൂളിലാണ് പഠിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് അവിടെ പഠിക്കാൻ അവസരം കിട്ടിയത്. ഇവിടെ നമ്മൾ നടന്നാണ് അങ്ങ് വരെ പോകുന്നത്. ഇന്ന് ബസ് സൗകര്യമൊന്നും ഇല്ല. അഥവാ 1-2 ബസ് മാത്രമൊന്നും. ഇവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററെങ്കിലും നടന്ന് ഒന്ന് കയറി തന്നെയാണ് നമ്മൾ പോകുന്നത്. ഞാൻ അത് പഠിച്ച് 10ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ എനിക്ക് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നയിക്കാൻ സ്കൂൾ ലീഡറായി മാറേണ്ടി വന്നു. അങ്ങനെ ഒരു അവസരം ലഭിച്ചു. അങ്ങനെ സ്കൂൾ ലീഡറായപ്പോഴത്തേക്ക് അന്ന് അവിടെ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായിട്ടിരുന്നത് വേണുനാഥൻ എന്ന് പറയും. കായിക്കര ഒരുപാട് ആൾക്കാരെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിച്ച വേണുനാഥൻ സാറാണ് എൻ്റെ പ്രവർത്തനം കൂടിയാണ്. അതെ, സാറാണ് ഹെഡ് മാസ്റ്റർ. സാർ എന്നെ വിളിച്ച് പറഞ്ഞു, ഡേ യൂത്ത് ഫെസ്റ്റിവൽ വരെയാണ് സ്കൂൾ ലീഡർ എന്തെങ്കിലും ഒരു പരിപാടി അവതരിപ്പിക്കണം, നിന്നെ കണ്ടു വേണം മറ്റുള്ള കുട്ടികൾ പഠിക്കാനെന്ന് പറഞ്ഞു. ഇനി ഞാൻ പറയും സാറേ എനിക്ക് കലയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അന്നത്തെ കാലത്ത് ഈ കഥാപ്രസംഗം ഉത്സവപ്പറമ്പിൽ തിളങ്ങിയിരിക്കുന്ന കാലമാണ്. അരിയും കടാമംഗലം സാംബശിവൻ, കൊല്ലം ബാബു, ഇരവീരം ഭാസി,
അടയ്ക്കോട് വിശ്വംഭരൻ, ജോസഫ് കൈമാപ്പറമ്പ് സാറ് അപൂർവമായിട്ട് വന്ന് അമ്പലങ്ങളിലുള്ളായിരുന്നു. സാറ് ഹരികഥ ആളായിരുന്നു. അപ്പൊ കഥാപ്രസംഗം ഇങ്ങനെ എല്ലായിടത്തും കണ്ട് ആ ഒരു ട്രെൻഡ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഈ കേട്ട കാര്യങ്ങളെല്ലാം കൂടെയൊക്കെ പാട്ടും അതിൻ്റെ കഥയും എല്ലാം കൂടെ ജോഡിച്ച് അന്ന് ആദ്യമായിട്ട് ഞാൻ തന്നെയാണ് സ്വന്തമായി സ്ക്രിപ്റ്റ് എഴുതി ഈ പാട്ടുകൾ ഇങ്ങനെ അപൂർവം പാട്ടുകളും കേട്ട് പിന്നെ കുറച്ചൊക്കെ സ്വന്തമായിട്ടൊക്കെ എഴുതി ഒരു കഥാപ്രസംഗം. കഥ ഇപ്പോഴും ഓർമ്മയുണ്ടോ? ആ കഥയുടെ ഒരു ശകലം നമുക്ക് ഒന്ന് പറയാം. അത് നമ്മള് ഈ കടലോര പ്രദേശമാണല്ലോ ഞാൻ ജനിച്ച കടലോര ഗ്രാമമാണല്ലോ കായിക. ഈ കടലോര ഗ്രാമത്ത് ഇങ്ങനെ ഒരു ചരിത്രമുണ്ട്. പണ്ട് മീൻ പിടിക്കാൻ പോകുന്ന മുക്കൂര് കടലിൽ പോയ തിരിച്ചു വന്നെങ്കിൽ ആയി. അപ്പൊ അതിനെക്കുറിച്ചൊരു കഥാപ്രസംഗം ഇങ്ങനെ ഈ റേഡിയോ വഴി വന്ന് എനിക്കൊരു ഓർമ്മയുണ്ടായിരുന്നു. അപ്പൊ ഈ അവര് കടലിൽ പോയി ആള് മരിക്കുന്നു, മരിക്കപ്പോഴത്തേക്ക് അവര് വിധവയാവുന്നു, അവരിങ്ങനെ കടപ്പുറത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ആ ഓർമ്മയിൽ അവർക്ക് മെമ്മറി അങ്ങനെ തിരിഞ്ഞു പോയി ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പൊ അവരുടെ ഭർത്താവിനെ കാത്ത് ആ കടലിൽ നിന്ന് തിരിച്ചു വരാത്ത ഒരിത്. അപ്പൊ അതൊരു മുത്തുതരാം കടലമ്മേ നീ മുക്കുവന തരുമോ എന്നും പറഞ്ഞുകൊണ്ടാണ് അതിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു തീമാണ് അതെ നൈരാശ്യവും എല്ലാ യഥാർത്ഥത്തിൽ പച്ചയായ ജീവിതമാണ് അത് നമ്മൾ വരച്ച് കാണിച്ചത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പലരും വന്നു നമ്മളെ സംരക്ഷിക്കുന്ന നാഥൻ കടലിൽ പോയി തിരിച്ച് വന്നെങ്കിലായി, വന്നില്ലെങ്കിലായി. നമുക്കറിയാം ഇവിടെ ഓരോരോ സംഭവങ്ങൾ നടക്കുമ്പോൾ അവർ അലമുറയിട്ട് കഴിയും. അതൊക്കെ നമ്മൾ കുട്ടിക്കാലം മുതൽ കാണുന്നതാണ്. അത് ആ ഒരു ഇതാണ് നമുക്ക് ആ കഥയിൽ ചെയ്യാനായിട്ട്. നമ്മൾ നേരി കാണുന്ന സംഭവങ്ങൾ നമ്മളത് കഥാപ്രസംഗത്തിൽ രൂപത്തിൽ ചെയ്തു. പിന്നീട് നമ്മള് ഈ പ്രൊഫസർ അതായത് കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടം ഉണ്ടല്ലോ, അപ്പോഴത്തേക്ക് ഇതിനെ ഈ കഥാപ്രസംഗം എന്ന് പറയുന്ന കലയെ കുറിച്ച് കുറെ കൂടെ ആധികാരികമായിട്ട് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അതെ അതെ. ഞാൻ പിന്നെ എങ്ങനെയാണ് ആ ഒരു കാലഘട്ടം കടന്നുപോയി? അപ്പൊ ഞാൻ SSLC സ്കൂളിൽ നിന്ന് പാസ്സായതിനു ശേഷം പിന്നെ വർക്കല ശ്രീനാരായണ കോളേജിലാണ്, SN കോളേജിലാണ് ഞാൻ പിന്നെ പഠിക്കുന്നത്. പ്രീ ഡിഗ്രിക്ക്, അന്ന് പ്രീ ഡിഗ്രിയാണ്, +2 +1 വന്നിട്ടില്ല. 82-ലാണ് ഞാൻ പിന്നെ പാസ്സായി അവിടത്തേക്ക് പ്രീ ഡിഗ്രിക്ക് പോകുന്നത്. അവിടെ ചെന്നപ്പോ ഈ വീണ്ടും പിന്നെ എന്റെ സഹപാഠികൾ പറഞ്ഞ് കഥ പറഞ്ഞേ പറ്റൂ. അപ്പൊ അവിടെ കോളേജിൽ ഇനാഗുറേഷനും ഉണ്ട്, യൂത്ത് കോളേജ് ഡേ ഉണ്ട്. അപ്പൊ ഈ വർഷങ്ങളിലെല്ലാം കഥാപ്രസംഗം ഇങ്ങനെ അവതരിപ്പിച്ച് പിന്നെ യൂണിവേഴ്സിറ്റി തലത്തിലുമൊക്കെ ഞാൻ പോയിട്ടുണ്ട്. മത്സര രംഗത്ത് പോയി സെക്കൻഡ് പ്രൈസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. 82, 84 കാലയളവിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി തലത്തിൽ മത്സരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്നൊക്കെ ഓരോ കഥകൾ അവതരിപ്പിക്കുകയായിരുന്നു. രണ്ടാമത് ഞാൻ കോളേജിൽ അവതരിപ്പിച്ച കാബൂളിവാല എന്നൊരു കഥയാണ്, രവീന്ദ്രനാഥ ടാഗോറിന്റെ. അതിങ്ങനെ വായിച്ചു വന്നപ്പോഴത്തേക്ക് കൊള്ളാം, ഒരു കൊച്ചുകുട്ടിയുടെ ഒരു കഥയാണ്, കാബൂളിൽ നടക്കുന്ന കഥയാണ്. കച്ചവടമാണ്, കാബൂളിലെ കച്ചവടക്കാരനാണ് കാബൂളിവാല. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഈ ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ എന്നും വന്ന് നിൽക്കും. ഇദ്ദേഹം കുറച്ച് മുന്തിരിങ്ങ എടുത്ത് ആ കുട്ടിക്ക് കൊടുക്കും. ഈ കുട്ടി വലുതായപ്പോഴത്തേക്ക് അവരെ വീട്ടുകാർ തടഞ്ഞു, കൊടുക്കരുത്. എന്നാലും ആ കാബൂളിവാല വരുമ്പോ ഈ കുട്ടിക്ക് ഇങ്ങനെ കൊടുത്ത് ആ കുട്ടിയെ ഉണ്ടാന്ന് നോക്കും. അവസാനം ഈ കുട്ടിയുടെ കല്യാണ സമയത്താണ് ഈ കാബൂളിവാല പോകുമ്പോഴേ ഈ കുട്ടിയുടെ കല്യാണവും അവിടെ നടക്കും. അപ്പോഴും ഈ കാബൂളിവാല ഇങ്ങനെ ആ കുട്ടിയെ കാണാനുള്ള ഒരു ആകാംക്ഷയിൽ ഇങ്ങനെ നോക്കുകയാണ് വെമ്പിൽ. കാര്യം താൻ കൊടുത്ത ആ മുന്തിരിങ്ങ കുട്ടിക്കാലം മുതലേ മേടിച്ച കുട്ടി ആ കല്യാണ പന്തലിൽ എത്തിയപ്പോഴും കാബൂളിവാല അതുവഴി ഇങ്ങനെ കച്ചവടം ചെയ്ത് പോവുകയാണ്. അപ്പൊ അതങ്ങനെ കാബൂളിവാലതൻ മനസ്സിന്റെ കോണിൽ ഏതോ വേദന അലയടിച്ചു, എരിയുന്നു കണ്ണുകളവിടല്ല, തിരയുന്നിതാരെയോ തിരയുന്നിതാരെയോ തിരയുന്നു എന്ന് വെച്ചാൽ ഈ കുട്ടി വലുതായതിനു ശേഷം ഈ കാബൂളിവാലയുമായിട്ട് പിന്നെ സംസാരിക്കാനോ ആ പരിചയം പുതുക്കാനോ ഈ വീട്ടുകാരെ അനുവദിക്കുന്നില്ല. പക്ഷെ ആ ഭാഗത്ത് വരുമ്പോ ഈ കാബൂളിവാലയുടെ കണ്ണുകൾ ഈ കുട്ടിക്ക് വേണ്ടി ആ സ്നേഹത്തിന്റെ ഒരു പരിധിയെ നോക്കുകയാണ്. കുട്ടി വലുതായെങ്കിലും ആ കുച്ചിലെ ഉള്ള സ്നേഹം ആ കാബൂളിവാലയുടെ മനസ്സിൽ. പിന്നീട് എങ്ങനെയാണ് നമ്മുടെ ഈ അതുല്യനായ, അതായത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വിപ്ലവം
ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നവോത്ഥാന വിപ്ലവത്തിന്റെ ചരിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു പേരിൽ ഒന്നാണ് പ്രൊഫസർ വി സാംബശിവൻ എന്ന് പറയുന്നത്. വേദിയിൽ നിന്ന് വേദികളിലേക്ക് അദ്ദേഹം ഓടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പോലീസിന്റെ വേർവാഴ്ചയടക്കം ഉണ്ടായിട്ടുള്ള ഒരു ചരിത്രമുണ്ടായിരുന്നു. അതിലേറ്റവും പ്രസിദ്ധമായി 20-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കഥയാണ് അദ്ദേഹത്തെ ജയിലിൽ വരെ കൊണ്ടെത്തിക്കുന്നത് എന്ന് പറയുന്നത്. എങ്കിലും അദ്ദേഹം പറയുന്ന ആ ഒരു കഥയെ എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തിലേക്ക് ആകർഷനാകുന്നതും ആ ഒരു കഥാലോകത്തേക്ക് അദ്ദേഹത്തിന്റെ ശിഷ്യനായി ചെന്നെത്തുന്നതുമായ ഒരു വഴി ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാം. ഞാൻ കോളേജിൽ കഥാപ്രസംഗം അവതരിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന കാലത്ത് അപ്പോൾ എൻ്റെ സഹപാഠികൾ അവരുടെ എല്ലാം നാടുകളിൽ ഉത്സവം വരുമ്പോൾ അവരെനിക്ക് പരിപാടികൾ ആസൂത്രണം ചെയ്ത് അവിടെ എന്നെ വിളിച്ചോണ്ട് പോകുമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഞാൻ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം അത്ര മതിയോ എന്നെനിക്ക് ഒരു തോന്നലുണ്ടായി. കാര്യം 1 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. 2 മണിക്കൂറെങ്കിലും കഥാപ്രസംഗം. അന്നത്തെ സാംബശിവൻ സാറ് 2.5 മണിക്കൂർ 3 മണിക്കൂർ വേണമെങ്കിലും പറയും. അപ്പോൾ അന്നത്തെ കാലത്ത് കഥാപ്രസംഗം കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് അത്ര പോരാ എന്ന് എനിക്ക് മനസ്സിലായി. കുറച്ചുകൂടെയൊക്കെ നല്ലൊരു കാഥികനാവണം എന്ന് പറയും എൻ്റെ നാട്ടുകാരെന്നെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഉത്സവ പറമ്പുകളിൽ കാഥികന്മാർ വന്നാലേ സാംബശിവന്റെ കഥയാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു വന്നത്. സാറിൻ്റെ ആ പ്രകടനങ്ങളും സാറിൻ്റെ ആ കഥ പറച്ചിലും പാട്ടും എല്ലാം പ്രേക്ഷകർക്കും എല്ലാം വളരെ ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി. അപ്പോൾ കഥാപ്രസംഗം എന്ന് പറയുന്ന ആ മെത്തേഡ് തന്നെയാണെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അതേ രീതിയിൽ നിന്ന് പെർഫോം ചെയ്യുകയും അതേ രീതി പറയുകയും അതൊക്കെ തന്നെയാണ് കഥാപ്രസംഗം. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ആളുകൾ ആസ്വദിക്കൂ, ഇരിക്കൂ എന്ന് എൻ്റെ മനസ്സിലൊരു തോന്നൽ വന്നു. അപ്പം അദ്ദേഹമായി എങ്ങനെ പരിചയപ്പെടാം എന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം. കാര്യം അന്ന് സാറ് ഇതേപോലെ അങ്ങ് കയ്യെത്താ ദൂരത്ത് നിൽക്കുന്ന ഒരാളാണ്. പടർന്ന് പന്തലിച്ച ഒരു വലിയ ആൽമരം നിൽക്കുന്ന കണക്ക് നിൽക്കുകയാണ്. എങ്ങനെ ചെന്ന് പിടിക്കാൻ പറ്റില്ല. സാറിന് ദിവസം 2-3 പരിപാടിയാണ്. സാറിന് റെസ്റ്റ് ഇല്ല, ഒന്ന് വിശ്രമിക്കാൻ പോലും സമയമില്ലാത്ത കാലങ്ങളാണ്. അങ്ങനെ സാറിനെ ഒന്ന് പരിചയപ്പെടണമല്ലോ എന്ന് പറഞ്ഞ് അന്ന് സാറ് CPM-ന്റെ ആളാണല്ലോ പ്രധാനം. ഞാൻ എൻ്റെ നാട്ടിലുള്ള CPM-കാരെയൊക്കെ കണ്ടപ്പോൾ അവരും പറഞ്ഞ് വലിയ ബുദ്ധിമുട്ടാണ്, കണ്ടുപിടിക്കാൻ പാടാണെന്ന്. അങ്ങനെ സാറ് ഏതായാലും കൊല്ലത്താണല്ലോ എന്ന് പറഞ്ഞ് ഞാനൊരു ദിവസം ട്രെയിനിൽ കൊല്ലത്തങ്ങ് ചെന്ന് സാറിൻ്റെ വീട് തിരക്കിയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ തിരക്കിയപ്പോൾ അമ്മച്ചി വീട്ടിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക്, ഞാൻ ഒരു കലാകാരനാണല്ലോ, നമ്മളും ഒരു ഇതുമായിട്ട് നടക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടാം എന്ന് പറഞ്ഞാണ് ഞാൻ ഒറ്റയ്ക്ക് ഞാനങ്ങ് പോയി. ചെന്ന് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് സാറ് ചെന്ന് ആദ്യം ചോദിച്ചപ്പോൾ സാർ ഇല്ലെന്ന് പറഞ്ഞു. സാറിൻ്റെ വൈഫാണ് വന്നത്, ഉച്ചയാകും 3-നേ വരുവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് ഉച്ച വരെ 1 മണി വരെ കാത്തു നിന്നു. 10 മണിക്ക് ഞാൻ 1 മണി വരെ സാറിൻ്റെ വീട്ടിൻ്റെ പുറത്ത് സാറിനെയും കാത്തു നിന്നു. ഉച്ചയ്ക്ക് കൃത്യം 1 മണിയായപ്പോൾ സാറ് വന്നു. സാറ് വന്ന് വീട്ടിനകത്ത് കയറി, വണ്ടി കൊണ്ടിട്ട് അകത്ത് കയറി. ഞാൻ സാറ് ഡ്രസ്സ് മാറി പുറത്തിറങ്ങുന്നതിനകത്ത് ഞാൻ ചെന്നു പറഞ്ഞപ്പോൾ സാറ് പുറത്ത് വെച്ച് കണ്ട ആളല്ല അകത്ത് കയറി പുറത്ത് വന്നു. ഞാൻ എന്ത് കുഞ്ഞാന്ന് ചോദിച്ചു, പേരിലടിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സാംബശിവൻ സാറിനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. സാറ് പറഞ്ഞു ഞാൻ തന്നെ ആളെന്ന് പറഞ്ഞു. അത് എനിക്കത് ഓർമ്മയുണ്ട്. സാറിന് കാര്യം സാറന്ന് വിക്കൊക്കെ വെച്ചാണ് സാറ് ആ രൂപത്തിൽ എനിക്ക് ആദ്യം കാണാൻ പറ്റി. സാറിന്റെ യഥാർത്ഥ രൂപം ഞാൻ ഒന്നാണ് കാണുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച് വേറെ ആളാണെന്നാണ് ധരിച്ചത്. കാര്യം കാറിൽ അങ്ങോട്ട് പോയ ആളല്ല തിരിച്ചിങ്ങോട്ട് വരുന്നത്. അത്രയും വ്യത്യാസമുണ്ട് സാറ് തമ്മിൽ. അപ്പൊ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ആ രംഗത്ത് നിൽക്കുമ്പോൾ അതേ രീതിയിൽ തന്നെ നിൽക്കണമെന്നും അന്ന് എനിക്ക് തോന്നി. അങ്ങനെ സാറുമായിട്ട് പരിചയപ്പെട്ട് സാറ് വലിയ ഇതായിട്ട് എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ കഥയൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ടുണ്ട്, സാറൊന്ന് വെരിഫൈ ചെയ്യണം. ഉടൻ തന്നെ ആ സ്ക്രിപ്റ്റ് മേടിച്ച് 1 ആഴ്ച കഴിഞ്ഞ് വരാൻ സാറ് പറഞ്ഞു. ഞാൻ 1 ആഴ്ച കഴിഞ്ഞ് ചെന്നപ്പോൾ അതേപോലെ കാര്യങ്ങളെല്ലാം തിരുത്തി ആവശ്യമുള്ളതൊക്കെ എഴുതി ചേർത്താണ് പിന്നെ ആ സ്ക്രിപ്റ്റ് എനിക്ക് തിരിച്ചു തന്നു. അത് ഞാൻ നല്ല രീതിയിൽ പിന്നെ അവതരിപ്പിച്ചു. അത് എല്ലാവർക്കും അകലങ്ങളിൽ ഇടിമുഴക്കം എന്നാണ് അതിൻ്റെ പേര്. അപ്പൊ അത് എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ് ചന്ദ്രശേഖരൻ നായർ സാർ എന്ന് പറയും. ട്യൂട്ടോറിയൽ ഇങ്ങനെ ട്യൂഷൻ സെന്ററിൽ പഠിക്കാൻ പോയപ്പോഴത്തേക്ക് സാറ് കറക്റ്റ് ചെയ്ത് തന്നതാണ്. അതിനെ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യണമായിരുന്നു. അത് ഞാൻ പിന്നെ സാറിന്റെ കയ്യിൽ കൊടുത്ത് കുറച്ചുകൂടെ മാറ്റം വരുത്തി. അപ്പൊ സാറ് നല്ല കുറ്റവും കുറവൊക്കെ കണ്ടുപിടിക്കുമല്ലോ.
ആ ഒരു തെറ്റുതിരുത്തൽ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് സാറിനെ ഏൽപ്പിച്ചത്. അപ്പോൾ സാറ് പറഞ്ഞു കൊള്ളാം, നല്ല സ്ക്രിപ്റ്റാണ്, ഭീമൻ എന്നെ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എന്നെ അറിയിക്കണം. നമ്മുടെ പുരോഗമന കഥാപ്രസംഗ കലാസംഘടന അതിൽ പേര് രക്ഷിക്കണം, സംഘടനയുടെ ഇത് വരുമ്പോൾ ഭീമന് കഥ പറയാൻ അവസരം തരുകയും ചെയ്യാം എന്ന് പറഞ്ഞ് അതേപോലെ തന്നെ ഞാൻ അറിയിക്കുകയും സാറ് കല്ലമ്പലത്ത് എന്നെ വിളിക്കുകയും അവിടെ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം കല്ലമ്പലത്ത് വെച്ച് നടന്നായിരുന്നു. 84 അത് നടക്കുന്നത്. അങ്ങനെ ഞാൻ കല്ലമ്പലത്ത് എന്ന് കഥാപ്രസംഗം അവതരിപ്പിച്ചു. അന്ന് 10-27 പേരുണ്ടായിരുന്നു. എനിക്കാണ് അന്ന് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ അങ്ങ് തൃശ്ശൂരിൽ നിന്നെങ്ങാണ്ട് വന്ന ഒരു കുട്ടി പറഞ്ഞ്, അത് അവരുടെ രക്ഷകർത്താക്കൾ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകനാണ് കൂടുതൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത, ഫസ്റ്റ് അവർക്ക് വേണം. അങ്ങനെ അവിടെ ഒരു തർക്കമായി. അങ്ങനെ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഞാൻ ഈ ഫസ്റ്റിനും സെക്കൻഡിനും അല്ല വന്നത്, സാറ് എനിക്കൊരു കാർഡ് അയച്ച് ഞാൻ വന്ന് എൻ്റെതായത് എനിക്ക് ഫസ്റ്റും വേണ്ട സെക്കൻഡും വേണ്ട, അതിനങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞു. കാര്യം നമ്മൾ ഒരു ഫസ്റ്റും സെക്കൻഡും അല്ല, നമ്മളെ പ്രകടനം നമ്മൾ അവിടെ അവതരിപ്പിക്കുക, അതിനെ വിലയിരുത്തുക എന്ന് മാത്രമേ. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ അംഗീകാരത്തിന് ഇതിനു വേണ്ടി നമ്മൾ അതിൻ്റെ പിറകെ ഒരിക്കലും ഓടിയിട്ടില്ല. നല്ല കഥാപ്രസംഗം അവതരിപ്പിക്കുക എന്നതാണ് എപ്പോഴും നമ്മളെ പ്രാധാന്യം. അത് നല്ലതെന്ന് ആൾക്കാർ പറയുക, അത് പ്രാധാന്യമാണ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എടുത്ത് അതുപോലെ നാടകം, പിന്നെ കഥാപ്രസംഗം ഇത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ഷേത്ര കലകളുമായി ബന്ധപ്പെട്ട് വരുന്നതൊക്കെ തന്നെ വളരെ വിരളമായി അല്ലെങ്കിൽ വളരെ ശുഷ്കമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിൽ താങ്കൾക്ക് പ്രയാസം തോന്നിയിട്ടില്ല? ഈ ഇത്രയും പിന്നെ എന്താണ് ഒരു പ്രഥമ ഹാദിക എൻ്റെ ശിഷ്യനായി വളരുകയും പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കഥകൾ അവതരിപ്പിക്കുകയും ചെയ്ത താങ്കൾക്ക് ഇപ്പോൾ അത്തരത്തിൽ കഥകൾ അവതരിപ്പിക്കാൻ അവസരം ലഭിക്കാതിരിക്കുകയും ആ കഥാപ്രസംഗത്തിന് അത്തരത്തിലുള്ള ഒരു പിന്നെ പ്രാധാന്യം പൊതുസമൂഹം കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ താങ്കളെ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? കഥാപ്രസംഗം ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്, സാംബശിവൻ സാർ ഇപ്പോഴും ജീവിച്ചിരുന്നെങ്കിൽ സാറിൻ്റെ കഥ കേൾക്കാൻ ഇപ്പോഴും കാതോർക്കും. യുവതലമുറയും കാതോർക്കും, പഴയ തലമുറയും കാതോർക്കും. അപ്പോൾ കഥാപ്രസംഗം നല്ല രീതിയിൽ ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ട് തന്നെയാണ് അതിന് മാന്ദ്യം സംഭവിച്ചതെന്നാണ് എൻ്റെ കാലഘട്ടം. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, നല്ല കഥാപ്രസംഗം അവതരിപ്പിച്ചാൽ കേൾക്കാൻ ആളുണ്ട്, ഇപ്പോഴും ആളുണ്ട്.